ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. ഇതി സമധിഗതാത്മസുഖം പ്രബുദ്ധതത്വം നതം ശിഷ്യവര്യം. ശിഷ്യന്മാരിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ശിഷ്യൻ പ്രബുദ്ധതത്വം, ആത്മതത്വത്തെ നല്ലതുപോലെ അറിഞ്ഞ് അതിനുശേഷം ആത്മതത്വത്തെ നല്ലതുപോലെ അറിഞ്ഞ് അനുഭവിച്ച് ആ ഗുരുവിനെ ഗുരുവിനെ നല്ലതുപോലെ സ്തുതിക്കുകയാണ്, നമിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ആ സ്തുതി കേട്ടിട്ട് സന്തോഷവാനായതല്ല, അതിനേക്കാളേറെ തൻ്റെ ശിഷ്യൻ ജീവിത ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു അറിവിലുണ്ടായിട്ടുള്ള ആനന്ദം, ആ ആനന്ദത്തോടെ പ്രമുദിത ഹൃദയ സഹ ദേശികേന്ദ്രനായിട്ടുള്ള ആ ഗുരു വര്യൻ പ്രമുദിത ഹൃദയ, വളരെ ആനന്ദപൂരിതമായിട്ടുള്ള ഹൃദയത്തോടു കൂടി ഇതം പരം വചഃ പുനഃ ആഹ, പിന്നീട് ഇത്തരത്തിലുള്ള വാക്കുകളെ പറഞ്ഞു. അത് നമുക്ക് നോക്കാം. 522 ശ്ലോകം മുതൽക്ക്. ബ്രഹ്മപ്രത്യയസന്തതിർജഗതോ ബ്രഹ്മൈവ തത്സർവദഃ പശ്യാധ്യാത്മദൃശാ പ്രശാന്തമനസാ സർവാസ്വവസ്ഥാസ്വപി രൂപാദന്യദവേക്ഷിതം കിമഭിദചക്ഷുന്മതാം വിദ്യത്തെ തദ്വദ്ബ്രഹ്മവിദഃ സദഃ കിമപരം ബുദ്ധേർവിഹാരാസ്പദം. ബ്രഹ്മപ്രത്യയസന്തതിർജഗതോ ബ്രഹ്മൈവ തത്സർവദഃ പശ്യാധ്യാത്മദൃശാ പ്രശാന്തമനസാ സർവാസ്വവസ്ഥാസ്വപി രൂപാദന്യദവേക്ഷിതം കിമഭിദചക്ഷുന്മതാം വിദ്യത്തെ തദ്വദ്ബ്രഹ്മവിദഃ സദഃ കിമപരം ബുദ്ധേർവിഹാരാസ്പദം. ബ്രഹ്മപ്രത്യയസന്തതിഃ ജഗത് അധഃ സർവാസു അവസ്ഥാസു അപി അധ്യാത്മദൃശാ പ്രശാന്തമനസാ സർവദഃ തദ്ബ്രഹ്മ ഏവ പശ്യ ചക്ഷുഷ്മതാം രൂപാത് അന്യത് അവേക്ഷിതം അഭിദഃ കിം വിദ്യതേ തദ്വത് ബ്രഹ്മവിദഃ ബുദ്ധേഃ വിഹാരാസ്പദം സദഃ അപരം കിം. ബ്രഹ്മപ്രത്യയ സന്തതിഃ ആ ഒരു പരമ്പര, എന്തിൻ്റെ അത്? ബ്രഹ്മപ്രത്യയത്തിൻ്റെ പരമ്പരയാണ്. ബ്രഹ്മപ്രത്യയ സന്തതി, അതായത് നിരന്തര അനുഭൂതിയാണത്. ആ ബ്രഹ്മാനുഭവം നിരന്തര അൺബ്രോക്കൺ സീരീസാണ്. അത് ഒരിക്കലും ഖണ്ഡിതമാകുന്നില്ല, ഒരിക്കലും അത് തടസ്സമാകുന്നില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള ബ്രഹ്മാനുഭൂതിയാൽ മായാ ജഗത്ത് ഇതെല്ലാം അധ്യാത്മദൃശ്യാം, അധ്യാത്മമാകുന്ന ആത്മീയമാകുന്ന ആ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ
പശ്യത് ആത്മദൃശ, ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലൗകികമായിട്ടുള്ള കണ്ണും കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ആ രീതിയിലാണ് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കാണുന്നതെല്ലാം ബ്രഹ്മം മാത്രമാണ്. മായയും ജഗത്തും എല്ലാം സർവം ബ്രഹ്മമയം, എല്ലാം ആ ദൃഷ്ടിയിലാണ്. അതുകൊണ്ടാണ് ഈ തൃക്കണ്ണ് തുറക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു താത്പര്യം, ജ്ഞാനദൃഷ്ടിയാണത്. അപ്പം ആധ്യാത്മികമായിട്ടുള്ള കണ്ണിൽ, ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ സർവാസു അവസ്ഥാസു അപ്പി, ഇത് എല്ലാ തരത്തിലുള്ള എല്ലാ അവസ്ഥയിലും, ജാഗ്രത അവസ്ഥയിലും എല്ലാ അവസ്ഥയിലും ഈ തത്വം തന്നെയാണ് കാണപ്പെടുന്നത്. ഏതുപോലെ എന്നുള്ളതിന് മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ സാധാരണ ഈ ചക്ഷുഷുണ്ടല്ലോ, ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്നതെല്ലാം നാമരൂപ പ്രപഞ്ചമാണ് നമ്മൾ കാണുന്നത്. ഇത് പലതരത്തിലുള്ള രൂപങ്ങൾ, പലതരത്തിലുള്ള നാമങ്ങൾ, നിറങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുക. ഈ കണ്ണ് തുറന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ പലതേ ഭേദമേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്രഹ്മവിദോ, ബ്രഹ്മത്തെ അറിഞ്ഞവനായിട്ടുള്ള ആ സാക്ഷാത്കാരം സിദ്ധിച്ചിട്ടുള്ള ആ മഹാത്മാവ് ബുദ്ധേഹേ വിഹാരാസ്പദം, അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് വിഷയമായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാമായണവും അതുപോലെ ഭാഗവത, മഹാഭാരത, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പുറകിൽ ആധ്യാത്മിക ദൃഷ്ടിയാ നോക്കുമ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ കാണുന്ന നമ്മൾക്ക് താല്പര്യം സാധാരണ കഥകളിലാണ് അല്ലേ. അതിൻ്റെയൊക്കെ പുറകിൽ ആധ്യാത്മികമായിട്ടുള്ള തത്വം, പൊരുൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം അവരെ ആധ്യാത്മിക ദൃഷ്ടിയിൽ ഇരുന്നിട്ട് എഴുതിയതാണ് അല്ലേ. നിരന്തര അനുഭൂതിയിൽ ബ്രഹ്മപ്രത്യയ സന്തതിഹി, നിരന്തര ആ അനുഭവം, ബ്രഹ്മാനുഭവം നിരന്തരമായിട്ടുള്ള അനുഭൂതിയാൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മഹാത്മാവ് കണ്ണ് തുറന്ന് കാണുന്നതെല്ലാം ദൃശ്യതേ ശ്രൂയതേ പിച്ച, എല്ലാം അകത്തും പുറത്തും എല്ലാം അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണ അല്ലേ. എല്ലാം നാരായണനാൽ, ഭക്തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ഭഗവാനാണ്. ജ്ഞാനിയുടെ ഭാഷയിലാകുമ്പോഴോ എല്ലാം താൻ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാം സർവം ബ്രഹ്മമയം. ഈ അവസ്ഥയിൽ എത്ര മനോയാതി തത്ര തത്ര സമാധയ, എവിടേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പോകുന്നുണ്ടോ അവിടെയെല്ലാം അതെല്ലാം എവിടെ തിരിഞ്ഞങ്ങു നോക്കിയാലും അവിടെ എല്ലാം ഈ ബ്രഹ്മപ്രത്യയ സന്തതിയാണ്. പൂത്ത മരങ്ങളൊന്നുമല്ല, അതൊക്കെ നമ്മളാണ്, നമ്മളുടെ ഭാവനയാണ് അതെല്ലാം. അപ്പം എവിടെയെല്ലാം മനസ്സ് പോകുന്നുവോ അതെല്ലാം സമാധി തന്നെയാണ്. ഒന്നുകൂടി ശ്ലോകം വായിക്കാം. ബ്രഹ്മപ്രത്യയ സന്തതിർ ജഗതോ ബ്രഹ്മൈവ തത്സർവദഃ പശ്യാധ്യാത്മദൃശാ പ്രശാന്തമനസാ സർവാസ്വവസ്ഥാസ്വപി രൂപാദന്യദവേക്ഷിതം കിമഭിതശ്ചക്ഷുന്മതാം വിദ്യത്തെ തദ്വദ് ബ്രഹ്മവിദഃ സദഃ കിമപരം ബുദ്ധേർവിഹാരാസ്പദം. അപ്പോൾ സാധാരണ ഒരുവൻ കണ്ണ് തുറന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണോ ഈ ഭേദപ്രപഞ്ചത്തെ കാണുന്നത്, അതേപോലെ തന്നെ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവൻ്റെ ആധ്യാത്മിക ദൃഷ്ടിയാൽ ഇവിടെ കാണുന്നതെല്ലാം ബ്രഹ്മം മാത്രമാണ്. കസ്താം പരാനന്ദരസാനുഭൂതിം ഉത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ ചന്ദ്രേ മഹാഹ്ലാദിനി ദീപ്യമാനേ ചിത്രേഷു മാലോകയിതും കയിച്ചേത്. കസ്താം പരാനന്ദരസാനുഭൂതിം ഉത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ ചന്ദ്രേ മഹാഹ്ലാദിനി ദീപ്യമാനേ ചിത്രേന്ദുമാലോകയിതും കയിച്ചേത്. താം പരാനന്ദരസാനുഭൂതിം ഉത്സൃജ്യ ശൂന്യേഷു കഹ വിദ്വാൻ രമേത്. ഏത് ഉത്സൃജ്യ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചിട്ട്, എന്തിനെ ഉപേക്ഷിച്ചിട്ട്? പരാനന്ദ രസാനുഭൂതി, ആ പരമാനന്ദ രസത്തിൽ ഇരിക്കുന്ന ആ രസത്തെ ഉപേക്ഷിച്ചിട്ട് കഹ ഏതൊരുവനാണ്. ശൂന്യേഷു
ഈ ശൂന്യമായിട്ടുള്ള ഈ അർത്ഥ ശൂന്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഏത് വിദ്വാൻ വിഹരിക്കുമെന്നാണ് ചോദ്യം. വളരെ അനന്ത അവസ്ഥയാണ്. ആ അനന്ത അവസ്ഥയെ ഉപേക്ഷിക്കാനായിട്ട് ഒരു തരി സുഖം നമ്മൾ ഈ ആധ്യാത്മികതയിൽ നിന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് കുട്ടിക്കാലത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അത് വിട്ടു പോകില്ല. അതിനെ ഒരു ശ്രുതി പോലെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. ഒരു തരിയാണ് അത്. അപ്പോൾ ആ അനന്ത സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉപേക്ഷിച്ചിട്ട് പരാനന്ദ രസാനുഭൂതി ഉത്സൃജ്യ, അത്തരത്തിലുള്ള ഒരവസ്ഥയെ ഉപേക്ഷിച്ചിട്ട് എന്തിനെങ്കിലും പുറകെ പോകുമോ എന്നാണ് ഇവിടെ ചോദ്യം. താം പരാനന്ദ ഭൂതിം ഉത്സൃജ്യ ശൂന്യേഷു കഹ വിദ്വാൻ രമേത, ശൂന്യമായിട്ടുള്ളതിൽ, അർത്ഥശൂന്യമായിട്ടുള്ളതിൽ, അസാരമായിട്ടുള്ളതിൽ ഏത് വിദ്വാനാണ് രമിക്കുന്നത്? ഏതുപോലെ മഹാഹ്ലാദിനി ചന്ദ്രേ ദീപ്യമാനേ സതി, വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂർണ്ണചന്ദ്രൻ, അതും വസന്ത ഋതുവിലാണ് ഇങ്ങനെ വിലസിച്ച് നിൽക്കുന്നത് എങ്കിൽ എത്ര മനോഹരമായിരിക്കും. നല്ല രാത്രി സമയത്ത് ആ ചന്ദ്രനെ പോയി ഒന്ന് കാണുക എന്നുള്ളത് എത്ര നല്ല രസമായിരിക്കും അല്ലേ. ദീപ്യമാനേ സതി മഹാ ആഹ്ലാദിനി, എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ ആനന്ദമാണ്. അങ്ങനെ ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ട് പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ആകാശത്തിങ്ങനെ പരിലസിക്കുമ്പോൾ ചന്ദ്രൻ്റെ ചിത്രം നോക്കിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ, നീ വരുന്നോ, അതേ നോക്കൂ പൂർണ്ണചന്ദ്രനെ കാണാം, ഇല്ല ചിത്രം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മൂഢൻ മാത്രമാണ്. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് അറിയാം. പിന്നെ ഈ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള അത് നോക്കി കാണേണ്ട ആവശ്യമില്ല, നേരിട്ട് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ അതുപോലെയാണ് ആ പരാനന്ദ രസാനുഭൂതി ഉപേക്ഷിച്ചിട്ട് വിദ്വാൻ ഒരിക്കലും പോകില്ല, പുറത്തേക്ക് പോകില്ല. ഏതുപോലെ ചന്ദ്രൻ പരിലസിച്ച് നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ ത്യജിച്ചിട്ട് ആരെങ്കിലും ചിത്രത്തിൽ നോക്കിയിരിക്കുമോ? ഇല്ല. അതുപോലെയാണ് അസത്പദാർത്ഥാനുഭവേന കിഞ്ചിത് നഹ്യസ്തി തൃപ്തിർന ച ദുഃഖഹാനിഃ തദദ്വയാനന്ദരസാനുഭൂത്യാ തൃപ്തസുഖം തിഷ്ഠ സദാത്മനിഷ്ഠയാ. അസത്പദാർത്ഥാനുഭവേന കിഞ്ചിത് നഹ്യസ്തി തൃപ്തിർന ച ദുഃഖഹാനിഃ തദദ്വയാനന്ദരസാനുഭൂത്യാ തൃപ്തസുഖം തിഷ്ഠ സദാത്മനിഷ്ഠയാ. അസത്പദാർത്ഥാനുഭവേന ഹി കിഞ്ചിത് തൃപ്തി ന അസ്തി. അസത്പദാർത്ഥാനുഭവേന, ഈ അസത്തായിട്ടുള്ളതിനെ, അസത്യമായിട്ടുള്ള പദാർത്ഥം അതിൻ്റെ അനുഭവത്തിലൂടെ, അസാരമായിട്ടുള്ളതിൻ്റെ ഈ അനുഭവത്തിലൂടെ കിഞ്ചിത് ന ഹി അസ്തി തൃപ്തി, കിഞ്ചിത് തൃപ്തി ന അസ്തി, ഒരു കുറച്ച് പോലും തൃപ്തി കിട്ടുന്നില്ല. മാത്രമല്ല ദുഃഖഹാനിഹി ചെന്ന, ഒരു ദുഃഖഹാനിയും കിട്ടാൻ പോകുന്നില്ല. ഈ ലോകത്തുള്ള കാണുന്ന വിഷയങ്ങളെ വളരെ കഷ്ടപ്പെട്ട് നേടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കഴിയുന്ന ഒരാൾക്ക് പൂർണ്ണ തൃപ്തനായി എന്ന് അയാളോടൊന്ന് ചോദിച്ചു നോക്കൂ. വലിയ ധനികന്മാരോട്, അല്ലേ, ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ ധനികരുടെ ലിസ്റ്റിൽ പലരുടെയും പേരൊക്കെ കാണും. അവരെയൊക്കെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കൂ, പൂർണ്ണ തൃപ്തിയായോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടി ധനം സമ്പാദിക്കണമെന്നേ അവർ പറയുകയുള്ളൂ. പൂർണ്ണ തൃപ്തിയായെന്ന് മാത്രമല്ല, പിന്നെ വേറെ വേണമെങ്കിൽ നമുക്ക് വാക്കിന് അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് പറയാൻ വേണ്ടിക്കൊണ്ടിട്ട് ചിലപ്പോൾ പൂർണ്ണ തൃപ്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ദുഃഖം ഇല്ലയോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ, ദുഃഖം ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ദുഃഖ നിവൃത്തി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ കിട്ടിയ ധനം കൊണ്ട് മുഴുവനും നിങ്ങളുടെ ദുഃഖം പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് പറയാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഇല്ല എന്ന് തന്നെയാണ് ആൻസർ. തൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല, ദുഃഖഹാനിയും ഉണ്ടാകാൻ പോകുന്നില്ല. കിഞ്ചിത് തൃപ്തി നാസ്തി ദുഃഖഹാനിച്ച ന തദ്വയാനന്ദരസാനുഭൂത്യ സദാ ആത്മനിഷ്ഠയാ തൃപ്ത സുഖം തിഷ്ഠ. ഇനി ആരാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നത്? തദ്വയാനന്ദരസാനുഭൂത്യ, ആ പരാനന്ദ രസാനുഭൂതി അനുഭവിച്ചുകൊണ്ട് സദാ ആത്മനി നിഷ്ഠയാ തൃപ്ത, എപ്പോഴും ആത്മചിന്തനത്തിൽ തന്നെ അല്ലെങ്കിൽ ആത്മനിഷ്ഠയിലിരിക്കുന്ന ഒരുവനെ ഇവിടെ സുഖമുള്ളൂ, അങ്ങനെയുള്ള ഒരുവനെ ഇവിടെ തൃപ്തിയുള്ളൂ. സന്യാസേ സർവദാ സുഖം, സർവദാ തൃപ്തി
എല്ലായ്പ്പോഴും ആ ഒരവസ്ഥയിലാണ് സുഖം. അല്ലാതെ കൃത്രിമത്വത്തിന് യഥാർത്ഥത്തിൽ സുഖം കിട്ടില്ല. ബാക്കിയെല്ലാം പറഞ്ഞുവല്ലോ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ചിത്രം കണ്ട് ആസ്വദിച്ചിരിക്കുന്ന പൊട്ടനെ പോലെയാണ് ബാക്കിയെല്ലാം. ഒക്കെ ഒരു കൃത്രിമമാണത്. വേണമെങ്കിൽ ഒരു ഛായയാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അത് ഛായയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് എങ്കിലും സാരമില്ല. ഇത് വേറെ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ നേടിയെടുക്കാനും നേടിയെടുത്തതിനെ അനുഭവിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഭൗതിക സമൃദ്ധമായ ജീവിതം നയിക്കുന്നവരെല്ലാം തന്നെ അതൃപ്തിയിലാണ്. അവിടെയാണ് അധികവും ഈ ആത്മഹത്യകളും ഒക്കെ. വേദാന്തത്തിൻ്റെ ഭാഷയിൽ ആത്മഹത്യ എന്നുള്ളതിന് വേറെയാണ് കേട്ടോ പറയുന്നത്. എന്നാലും സാധാരണ ലൗകികമായിട്ടുള്ള രീതിയിൽ അതൊക്കെ നടക്കുന്നത് ഈ കൂടുതൽ ഈ തരത്തിലുള്ള നമ്മൾ ഈ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ട് എന്നൊക്കെ കാണുന്നവർക്കാണ് അതൊക്കെ അധികവും നമ്മൾ സാധിക്കുക. അങ്ങനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. വളരെയധികം പ്രക്ഷുബ്ധമാണ് അവരുടെ മനസ്സ്. ഒരു ശാന്തമായിട്ടുള്ള ഒരവസ്ഥ അവർക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഇവയ്ക്കൊന്നും യഥാർത്ഥ തൃപ്തി നൽകാൻ സാധിക്കില്ല എന്നാണ്. ആത്യന്തിക ദുഃഖ നിവൃത്തിയോ പൂർണ്ണ സംതൃപ്തിയോ ഒന്നും ഈ ഭൗതിക സുഖ സമൃദ്ധിക്ക് തരാനായിക്കൊണ്ടിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ സാക്ഷാത്കാരമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനു മുമ്പ് വരെ സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാമെന്ന് വയ്ക്കാം. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലിയുണ്ടോ? എന്തെങ്കിലും എത്രയെങ്കിലും രൂപ സാലറിയുള്ള ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ടോ ഗുരു? അങ്ങ് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ സാക്ഷാത്കാര സിദ്ധി അനന്തരം എന്തെങ്കിലും നല്ലൊരു ശമ്പളത്തോടു കൂടിയ ഒരു ജോലി വല്ലതും ഉണ്ടോ? എന്താ എന്നോട് പറയുക എന്നാണെങ്കിൽ സാക്ഷാത്കാരം നേടിയ ഒരു വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യമേ അപ്രസക്തമാണ്. നമുക്ക് നോക്കാം. 525. സ്വയമേവ സർവധാ പശ്യൻ മന്യമാനസ്വമദ്വയം സ്വാനന്ദമനുഭുഞ്ജാനഃ കാലം നയമഹാമതേ. സ്വയമേവ സർവധാ പശ്യൻ മന്യമാനസ്വമദ്വയം സ്വാനന്ദമനുഭുഞ്ജാനഃ കാലം നയ മഹാമതേ. കാലം നയ മഹാമതേ. മഹാമതേ എന്നാണ് ഗുരു വിളിക്കുക. മഹാമതേ, കാലം നയ, കാലത്തെ നയിക്കൂ. എങ്ങനെ കാലം? കലഹേനവാ, കലഹത്താൽ കാലം നയിക്കണോ? ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്. കാലം പ്രതീക്ഷൻ വിമത്സരഹ, അങ്ങനെയാണെന്ന് തോന്നുന്നു. കാലം പ്രതീക്ഷൻ, നാരദ മഹർഷി പറയുന്നതാണ്. ഞാൻ കാലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം, അതായത് എൻ്റെ പ്രാരബ്ധം തീരാൻ, വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോഴോ ദേഹം പോകുമല്ലോ, അതിനു വേണ്ടിയിട്ട് ഞാൻ കാലത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതെന്നാ സംഭവിക്കുക എന്ന്. മതമില്ലാതെ, മതമാത്സര്യാദികളില്ലാതെ കഴിയുന്നതാണ്. അത് നമ്മളത് തിരുത്തി എന്നിട്ടോ സമതഃ സമത്സരഃ, മതത്തോടു കൂടിയും അതുപോലെ മാത്സര്യത്തോടു കൂടിയുമാണ് കാലം കഴിക്കുന്നത്, അല്ലേ? ഞാനാണ് വലുത് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണോ ഇവിടെ ഗുരു പറയുന്നത്? കാലം നയ, എങ്ങനെ കാലം കഴിക്കണം? സ്വമദ്വയം സ്വാനന്ദമനുഭുഞ്ജാനഃ. സ്വാനന്ദമനുഭുഞ്ജാനഃ, അനുഭവിച്ചുകൊണ്ട്. എന്തനുഭവിച്ചുകൊണ്ട്? സ്വാനന്ദം, എല്ലായിടത്തും തന്നെ കണ്ടുകൊണ്ട്. ആ പലതിലും, കാണുന്ന പലതിലും ഭേദം ഇവിടെ കാണുന്നു. ആ ഭേദം കാണുമ്പോഴും എങ്ങനെ അത് തന്നെയാണെന്ന് ഇന്നലെ പറഞ്ഞുവല്ലോ. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ നമ്മളെ വാദിച്ച് പരാജയപ്പെടുത്തുന്ന എതിർഭാഗത്തുള്ള ശത്രുവായിട്ടുള്ള ആളും നാം തന്നെയാണ് സ്വപ്നത്തിൽ. അതുപോലെ തന്നെയാണ് ഉണർന്നവനെല്ലാം താൻ തന്നെയാണ്. അപ്പോൾ ആത്മജ്ഞാനിക്ക് എങ്ങനെ കാലം കഴിക്കാം എന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടാകില്ല. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഒരു ദൃഷ്ടി പോലും മംഗളമാണ്, അല്ലേ? ബ്രഹ്മദൃഷ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്താലും അതെല്ലാം ആയിരിക്കും. സമസ്ത ജനകല്യാണേ നിരതം, അവരങ്ങനെ ചെയ്യുകയുള്ളൂ. സർവ്വജനങ്ങളുടെയും മംഗളത്തിന് വേണ്ടിക്കൊണ്ടിട്ട് നിരന്തരം ജീവിതം, അവരുടെ ജീവിതം അർത്ഥവത്താണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്താലും ഒരു സ്പെഷ്യലായിരിക്കും. എന്ത് ചെയ്താലും അതിനൊരു വിശേഷത നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു തരത്തിലുള്ള വിരസതയും ഉണ്ടാകില്ല.
ഈ പാത്തിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും താഴെ അല്ലെങ്കിൽ വളരെ ദൂരെയാണ്. അങ്ങനെയുള്ള നമ്മളെപ്പോലെയുള്ളവർക്ക് പോലും ഒരു തരത്തിലുള്ള വിരസതയും ഇല്ല എങ്കിൽ ഇതിൽ ഈ ആനന്ദത്തിൽ ആണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടോ? സ്വമേവ സർവധാ പശ്യൻ മന്യമാനസ്വമദ്വയം സ്വാനന്ദമനുഭുഞ്ജാനഃ കാലം നയമഹാമതേ. കാലം നയ, അങ്ങനെ കാലം കഴിക്കൂ എന്ന് പറയുകയാണ്. അടുത്തത് അഖണ്ഡബോധാത്മനി നിർവികൽപേ വികൽപ്പനം വ്യോംനി പുരപ്രകൽപ്പനം തദദ്വയാനന്ദമയാത്മനാ സദാ ശാന്തിം പരാമേത്യ ഭജസ്വ മൗനം. അഖണ്ഡബോധാത്മനി നിർവികൽപേ വികൽപ്പനം വ്യോംനി പുരപ്രകൽപ്പനം തദദ്വയാനന്ദമയാത്മനാ സദാ ശാന്തിം പരാമേത്യ ഭജസ്വ മൗനം. അഖണ്ഡബോധാത്മനി നിർവികൽപേ അഖണ്ഡബോധാത്മനി വികൽപ്പനം വ്യോംനി പുരപ്രകൽപ്പം ഇവ അസ്തി. ഈ അഖണ്ഡബോധസ്വരൂപമായിട്ടുള്ള എവിടെയും എല്ലായിടത്തും അകവും പുറവും അതല്ല എങ്കിൽ എല്ലായിടത്തും അതുമാത്രമായിട്ട് രണ്ടെന്ന് ഒന്നില്ലാത്ത ആ ഒരേ ഒരു ബ്രഹ്മാനുഭവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഇതിൽ ഈ തരത്തിലുള്ള കൽപ്പനകൾ, സങ്കല്പങ്ങൾ, വികൽപ്പനങ്ങൾ ഒക്കെ ഏതുപോലെയാണെന്ന് പറയുകയാണ്. വ്യോംനി പുരകൽപ്പനം ഇവ അസ്തി. ആകാശത്തിൽ ആകാശക്കൊട്ടാരമൊക്കെ നമ്മൾ കാണില്ലേ? ഒരു ആകാശം നോക്കുമ്പോൾ, ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗന്ധർവവത്തനം അല്ലെങ്കിൽ അവിടെ ഒരു നല്ല ഒരു പാലസ് കാണുന്നതായിട്ടൊക്കെ നമ്മൾക്ക് തോന്നും അല്ലേ? കുട്ടികൾ ഈ മേഘം കാണുമ്പോൾ, കുട്ടികളൊന്നുമല്ല വലിയൊരു, ഞാനും അങ്ങനെയൊക്കെ, എനിക്കും അങ്ങനെയൊക്കെ തോന്നും. ഐസ്ക്രീം ഇരിക്കുകയാണെന്ന് തോന്നും അല്ലേ? അതിന് കാരണമൊക്കെ ഉണ്ട് കേട്ടോ. നീങ്ങിക്കഴിയുമ്പോൾ അതുണ്ടാകുകയില്ല. അതുപോലെ തന്നെ ആകാശക്കൊട്ടാരമൊക്കെ കാണും. ഈ ആകാശക്കൊട്ടാരം പോലെ മാത്രമാണ് ഇതിലിവിടെ കാണുന്ന, ഇവിടെ ചമയ്ക്കുന്ന കൽപ്പനകളെല്ലാം അങ്ങനെ തന്നെയാണ്. പുരപ്രകൽപ്പനം എന്ന് പറഞ്ഞാൽ സെലസ്റ്റിയൽ സിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ. ആകാശക്കൊട്ടാരം എന്ന് മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു. എന്തായാലും കയറിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് കയറ് മാത്രമാണ്. ഈ ലോകത്തെ ഈ ആത്മസാക്ഷാത്കാരത്താൽ അല്ലെങ്കിൽ ആത്മജ്ഞാനി ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? ആത്മജ്ഞാനി ഈ ലോകത്തെ ആത്മാവായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് എന്തെടുത്താലും അതിൻ്റെയൊക്കെ തത്വം മാത്രം താത്വികപരമായിട്ട് നോക്കിയാൽ അത് അദ്വയം തന്നെയാണ്, സത്വസ്തു മാത്രമായിട്ടാണ് ആത്മജ്ഞാനി അറിയുക. അപ്പോൾ ശാന്തി എന്നുള്ളത് അതിൽ മാത്രമാണ്, അത് മാത്രമാണ് ശാന്തിയായിട്ട്. സദാം ശാന്തിം പരമേത്യ തദദ്വയാനന്ദമയാത്മനാ സദാ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ഒന്നിനെ മാത്രം കാണാനായിട്ട്, അതിൻ്റെ തത്വത്തെ മാത്രം കണ്ട് അതിൽ മാത്രം മുഴുകി, അങ്ങനെ അതിൽ മാത്രം തേഷാം ശാന്തിയും ശാശ്വതിയും തേഷാം സുഖം ശാശ്വതം ഇതരേഷ, അങ്ങനെയാണ് ഉപനിഷത്ത് പറയുന്നത്. ശാന്തിയും ശാശ്വതമായിട്ടുള്ള ശാന്തി അവർക്ക് മാത്രമാണ്. ശാശ്വതം സുഖം തേഷാം, അവർക്ക് മാത്രമാണ് ശാശ്വതമായിട്ടുള്ള സുഖമുള്ളൂ. അപ്പം അങ്ങനെ മൗനം ഭജസ്വ, യഥാർത്ഥ മൗനം അനുഭവിക്കൂ എന്നാണ് പറയുന്നത്. അല്ലാതെ വാക്കുകളെ നിയന്ത്രിക്കുക, അത്രയും വരെ എത്തുക എന്നുള്ളത് തന്നെ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ വാക്കുകളെ നിയന്ത്രിച്ചിട്ട് മനസ്സിൽ നിരന്തരം വാചാലമായിട്ടുണ്ട് എങ്കിലോ അതൊന്നും മൗനമാകില്ല. അപ്പോൾ ഈ വാക്കുകളെയൊക്കെ നിയന്ത്രിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക, ഇതൊക്കെ സാധാരണ തലത്തിലുള്ള മൗനമാണ്. മൗനം അങ്ങനെ അതിൽ തുടങ്ങിയിട്ട് കൂടുതൽ ഇന്നലെ നമ്മൾ പറഞ്ഞുവല്ലോ അല്ലേ, സദാ ആത്മാനുസന്ധാനം ചെയ്യുന്നതാണ് യഥാർത്ഥ മൗനം. അപ്പം മനസ്സിലും മൗനം, പിന്നെയോ യഥാർത്ഥ മൗനം എന്നുള്ളത് ആത്മാനുസന്ധാനം മാത്രമാണ്. അതിൽ മൗനത്തിനായിക്കൊണ്ടിട്ടൊരു വിഷയവുമില്ല. മൗനമായിട്ടിരിക്കാനായിട്ട് ഒരു എന്താ അതിനിപ്പോൾ പറയുക, ഒരു തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല. കാരണം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കോലാഹലങ്ങൾ വരികയുള്ളൂ. രണ്ട് കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകുകയുള്ളൂ.
ഒരു കൈ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ വേറൊന്നിനുള്ള അതിനുള്ള വിഷയമില്ല. ഇനി മൗനിയായിട്ടിരിക്കുന്ന ഒരു കർത്താവും അവിടെ ഇല്ല. ഞാൻ മൗനിയാണ് എന്ന് പറഞ്ഞാൽ മൗനത്തിലാണ് എന്ന് പറയാനായിട്ട് അവിടെ ഒരു കർത്താവുമില്ല. അപ്പം പറയാനും ഒന്നുമില്ല, പറയുന്നവനുമില്ല. അതാണ് യഥാർത്ഥ മൗനം എന്നുള്ള ആ ഒരവസ്ഥ. ആ അവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ട് നിയമങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതിലൊന്നും ഒരു തരത്തിലുള്ള ദോഷങ്ങളുമില്ല. സ്വയമേവ അഖണ്ഡബോധാത്മനി നിർവികൽപേ വികൽപ്പനം വ്യോംനി പുരപ്രകൽപ്പനം തദദ്വയാനന്ദമയാത്മനാ സദാ ശാന്തിം പരാമേത്യ ഭജസ്വ മൗനം. തൂഷ്ണീം അവസ്ഥ പരമോപശാന്തി ബുദ്ധേരസത്കൽപവികൽപഹേതോഃ ബ്രഹ്മാത്മനാ ബ്രഹ്മവിദോ മഹാത്മനഃ യത്രാദ്വയാനന്ദസുഖം നിരന്തരം. തൂഷ്ണീമവസ്ഥ പരമോപശാന്തി ബുദ്ധേരസത്കൽപവികൽപഹേതോഃ ബ്രഹ്മാത്മനാ ബ്രഹ്മവിദോ മഹാത്മനോ യത്രാദ്വയാനന്ദസുഖം നിരന്തരം. ബുദ്ധേഹേ തൂഷ്ണീം അവസ്ഥ, ബുദ്ധിയുടെ അത്യന്ത ശാന്തമായിട്ടുള്ള അവസ്ഥ, പൂർണ്ണമായിട്ടുള്ള ഉപശാന്തി, പരമോപശാന്തി, പൂർണ്ണമായിട്ടുള്ള എല്ലാത്തിൽ നിന്നുമുള്ള, അല്ലെങ്കിൽ എല്ലാത്തിലും അങ്ങോട്ട് നമ്മുടെ ശുദ്ധ മലയാളം ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അങ്ങോട്ട് അർമാദിക്കുകയാണ് അല്ലേ. ബുദ്ധി അങ്ങനെയാണ്. അവിടെ ഇവിടെയൊക്കെ ചെകഞ്ഞ് നടക്കും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുത്തു കിട്ടും. അങ്ങനെയുള്ള ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയുടെ ഒരു പരമോപശാന്തി, പൂർണ്ണമായിട്ടുള്ള ഉപശാന്തി. സാധാരണ രീതിയിൽ ഈ ബുദ്ധി നിരന്തരം ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, തെറ്റായ കാര്യവിക്ഷേപങ്ങൾ. ഇങ്ങനെ ആ ബുദ്ധിയുടെ ഉപശാന്തി സംഭവിച്ചപ്പോഴോ, അങ്ങനെയാണെങ്കിലോ നിരന്തരം ആത്മാനുഭവം അല്ലെങ്കിൽ ആനന്ദ അനുഭവം നിരന്തരം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തൂഷ്ണീം അവസ്ഥ അസത്കൽപ്പിത കൽപ്പഹേതോഹോ ബുദ്ധേഹേ തൂഷ്ണീം അവസ്ഥ പരമോപശാന്തി അസ്തി. ഈ ബുദ്ധി ഇതിൻ്റെ ഈ അസത്കൽപ്പിത വികൽപ്പഹേതോഹോ, ഈ കൽപ്പവികൽപ്പനങ്ങളിലൂടെയൊക്കെ അസത്തായിട്ടുള്ളത് സത്യത്തിലൂടെയാണ്, അതിൻ്റെ ചിന്തനത്തിലാണ് എങ്കിൽ പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഇവിടെയോ ഈ പലതിൻ്റെ പിന്നാലെ പാഞ്ഞ് ഈ ഭൗതികമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ പിന്നാലെയൊക്കെ പോയി അങ്ങനെയുള്ള ആ ബുദ്ധിയെ തൂഷ്ണീം അവസ്ഥ, ആ ബുദ്ധിയുടെ ഒരു ഉപശാന്തി, പരമോപശാന്തി, തൂഷ്ണീം അവസ്ഥ, ആ പരമമായിട്ടുള്ള ആ പൂർണ്ണമായിട്ടുള്ള ഉപശാന്തി സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതിലും അത് സംഭവിക്കുക? എത്ര ബ്രഹ്മവിദഃ മഹാത്മനഃ ബ്രഹ്മാത്മന അദ്വയാനന്ദ സുഖം നിരന്തരം അദ്വയാനന്ദ സുഖം അനുഭവിക്കുന്ന മഹാത്മാക്കൾക്ക് ആ പൂർണ്ണമായിട്ടുള്ള ബുദ്ധിയുടെ ഉപശാന്തി സംഭവിക്കുന്നു. അപ്പോൾ ആ ബുദ്ധിയുടെ ഉപശാന്തി സംഭവിക്കുന്നു. അങ്ങനെയാണ് എങ്കിലോ ഇത് രണ്ടും അല്ലേ പരസ്പര പൂരകമാണ്. അങ്ങനെ ആകുമ്പോൾ ബുദ്ധിയുടെ ഉപശാന്തി സംഭവിക്കുമ്പോൾ നിരന്തരം ആനന്ദ അനുഭവം അനുഭവിക്കാനായിട്ട് സാധിക്കും. നാസ്തി നിർവാസനാൻ മൗനാത് പരം സുഖകൃതുത്തമം വിജ്ഞാതാത്മസ്വരൂപസ്യ സ്വാനന്ദരസപായിനഃ. നാസ്തി നിർവാസനാൻ മൗനാത് പരം സുഖകൃതുത്തമം വിജ്ഞാതാത്മസ്വരൂപസ്യ സ്വാനന്ദരസപായിനഃ. വിജ്ഞാതാത്മസ്വരൂപസ്യ സ്വാനന്ദരസപായിനഃ നിർവാസനാത് മൗനാത് പരമം സുഖം സുഖകൃത് അസ്തി. വിജ്ഞാതാത്മസ്വരൂപസ്യ സ്വാനന്ദരസ പായിനഃ നിർവാസനാത് മൗനാത് പരം. അതിനേക്കാളും ഉത്തമമായിട്ട്, ഏതിനേക്കാളും ആത്യന്തികമായിട്ടുള്ള മൗനം എങ്ങനെയാണ് സംഭവിക്കുക? ആത്മസ്വരൂപത്തെ അറിഞ്ഞിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ സ്വാനന്ദരസവായിനഃ,
അങ്ങനെയുള്ള അദ്ദേഹം എപ്പോഴും ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മാനന്ദം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തരസത്തിൽ ആഴ്ന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എങ്ങനെ നിർവാസനാത് മൗനാത്, അദ്ദേഹത്തിൻ്റെ മൗനം എങ്ങനെയാണ്? നിർവാസനാത്, വാസനാക്ഷയത്തിൽ നിന്നുണ്ടായ മൗനമാണത്. കാരണം പൊന്തി വരാനായിട്ട് ഈ രാഗദ്വേഷാദികളൊന്നും ഒക്കെ ഉണ്ടെങ്കിലല്ലേ വാചാലതയുള്ളൂ. രാഗദ്വേഷാദികൾ ഒന്നുമില്ല. അതിന് കാരണം എന്താ? വാസനയാണ്. ആ വാസനയും ഇല്ലാണ്ടായി പൂർണ്ണമായിട്ടുള്ള വാസന ക്ഷയിച്ചു കഴിഞ്ഞ് വാസന ഇല്ലാത്ത മൗനമാണ് നിർവാസനാത് മൗനം പരം. അത്തരത്തിലുള്ള മൗനത്തെക്കാളും പരമായിട്ട് സുഖം ഉത്തമമായിട്ട് സുഖകൃത്, സുഖത്തെ പ്രദാനം ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള മൗനം, അതിനെ പ്രാപിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനേക്കാളും സുഖപ്രദമായിട്ടുള്ളത്, അതിനേക്കാളും ഉത്തമമായിട്ടുള്ളത് നാസ്തി, വേറൊന്നില്ല. ഗച്ഛൻ തിഷ്ഠൻ ഉപവിശൻ ശയാനോ വാന്യഥാപി വാ യഥേച്ഛയാ വസേദ് വിദ്വാൻ ആത്മാരാമഃ സദാ മുനിഃ. ഗച്ഛൻ തിഷ്ഠൻ ഉപവിശൻ ശയാനോ വാന്യഥാപി വാ യഥേച്ഛയാ വസേദ് വിദ്വാൻ ആത്മാരാമഃ സദാ മുനിഃ. ആത്മാരാമഃ മുനിഃ, ആത്മാരാമനായിട്ടുള്ള മുനി. ഗച്ഛൻ തിഷ്ഠൻ ഉപവിശൻ ശയാനഃ വാ അന്യഥാപി വാ സദാ യഥാ ഇച്ഛയാ വസേത്. ആത്മാരാമൻ എങ്ങനെ ഏത് രീതിയിലാണ് എങ്കിലും നടക്കുന്നതാണ് എങ്കിലും, അതുപോലെ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിൽക്കണമെങ്കിലോ, തിഷ്ഠൻ ഉപവിശൻ ശയാനോ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം അദ്ദേഹം കഴിയട്ടെ. കോ വിധി കോ നിഷേധ. ഇവിടെ എന്ത് പറയാനാണ്? അങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെയാണ് കേട്ടോ ഇരിക്കാവുള്ളൂ. പത്മാസനത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാവുള്ളൂ. അതല്ല എങ്കിൽ ഇന്ന വേഷമേ ധരിക്കാവുള്ളൂ, ഇന്ന ഈ കളറ് മാത്രമേ ധരിക്കാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞുകൂടട്ടെ. നമ്മളാരാണ് അതൊക്കെ പറയാനായിക്കൊണ്ടിട്ട്? അദ്ദേഹം എങ്ങനെയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? ആത്മാനന്ദത്തിലായിരിക്കും. അദ്ദേഹം ധ്യാനം തന്നെയാണ്, ധ്യാനമൂർത്തി തന്നെയാണ്. നമ്മൾക്ക് വേണേൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപത്തെ ആയിരിക്കും നമ്മൾ ധ്യാനിക്കുക, അല്ലേ? പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗച്ഛൻ തിഷ്ഠൻ ഉപവിശൻ ശയാൻ, എവിടെ എന്ത് ചെയ്താലും അതെല്ലാം ആത്മാനന്ദത്തിൽ ആണ്. അദ്ദേഹത്തിൻ്റെ ആ സർവ്വകർമ്മങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു കർമ്മമോ അങ്ങനെ ഒന്നുമില്ല. അത് എങ്ങനെയായാലും ആത്മാനന്ദത്തിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം ഏത് രീതിയിലാണ്, കട്ടിലേ കിടക്കാനാണോ ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ കട്ടിലേ കിടക്കട്ടെ. ഇനി അതല്ല വലിയ നല്ല എന്താ ഭാഗവതത്തിലൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയില്ലേ, പാലിൻ്റെ പത പോലെയുള്ള ശയ്യാസനം, അതിലൊക്കെയാണ് താല്പര്യം, കിടക്കാനാണ് കിടക്കട്ടെ. നമ്മളാരാണ് അതിനെയൊക്കെ വിലയിരുത്താനായിക്കൊണ്ടിട്ട്? എങ്ങനെ വേണമെങ്കിലും ഇച്ഛയാ വസേത്, ഇച്ഛയാ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതിനോടാണോ അദ്ദേഹത്തിന് താല്പര്യമായിട്ടുള്ളത് അതുപോലെ ചെയ്തുകൊള്ളട്ടെ. യഥേച്ഛയാ. അടുത്തത് നദേശകാലാസനദിക്യമാദി ലക്ഷ്യാദ്യപേക്ഷാ പ്രതിബദ്ധവൃത്തേഃ സംസിദ്ധതത്വസ്യ മഹാത്മനോസ്തി സ്വവേദനേകാ നിയമാദ്യവസ്ഥ നദേശകാലാസനദിക്യമാദി ലക്ഷ്യാദ്യപേക്ഷാ പ്രതിബദ്ധവൃത്തേഃ സംസിദ്ധതത്വസ്യ മഹാത്മനോസ്തി സ്വവേദനേകാ നിയമാദ്യവസ്ഥ. അപ്രതിബദ്ധ വൃത്തേഃ സംസിദ്ധതത്വസ്യ മഹാത്മനഃ ദേശകാലാസന ദിക് യമാദി ലക്ഷ്യാദ്യപേക്ഷ നാസ്തി സ്വവേദനേകാ നിയമാദ്യവസ്ഥ. അപ്രതിബദ്ധ വൃത്തേഃ, അതായത് ഒന്നിനാലും പ്രതിബദ്ധമാക്കാത്ത, ഒന്നിനാലും തടസ്സമില്ലാത്ത ആ മഹാത്മാവ്. കാരണം അദ്ദേഹത്തിൻ്റെ ആനന്ദം നിരന്തര ആനന്ദമാണ്. അതിനെ ഒന്ന് ഇല്ലാതെ ആക്കാനായിക്കൊണ്ടിട്ട് ആർക്കും സാധിക്കുകയില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തെ അപ്രതിബദ്ധ വൃത്തേഃ സംസിദ്ധ തത്വസ്യ, ആ തത്വത്തെ അറിഞ്ഞ് അതിൽ സ്ഥിതനായിരിക്കുന്ന മഹാത്മനഃ, മഹാത്മാവിൻ്റെ ദേശകാല ആസന ദിക് യമാദി ലക്ഷ്യാദ്യ അപേക്ഷ നാസ്തി.
അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പിടിവാശിയോ ഒന്നും ഉണ്ടാകില്ല. ഇന്ന ദേശത്തെ ഞാൻ വസിക്കുകയുള്ളൂ, ഹിമാലയത്തിൽ മാത്രമേ ഞാൻ വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്തെ രാവിലെ കറക്റ്റ് 3 മണിയാകുമ്പോഴേ എനിക്ക് ഉണരണം, അതല്ല എങ്കിൽ അവിടെ അത് സംഭവിക്കണം, എങ്കിലേ ഞാൻ ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നിയമങ്ങളൊന്നും നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ എനിക്ക് 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണം, അല്ല എങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം തീർന്നു, ഇങ്ങനെയൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാകാം. പക്ഷേങ്കിൽ ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും ഒരു പിടിവാശിയും ഉണ്ടാകില്ല, അല്ലേ? ഈ പിടിവാശിയും ആത്മജ്ഞാനി എന്നുള്ള ഒരാൾ എപ്പോഴും വളരെ ഫ്ലെക്സിബിളായിരിക്കും, അല്ലേ? ഒരു തരത്തിലുള്ള പിടിവാശിയും ഉണ്ടാകില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും സ്വീകരിക്കാനുമില്ല, നഷ്ടപ്പെടാനുമില്ല. ഇവിടെ ഉള്ളതെല്ലാം അല്ലെങ്കിൽ കാണുന്നതെല്ലാം താൻ തന്നെയാണെന്ന് അറിവും അനുഭവവുമായിട്ടിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള എന്ന് വെച്ചാൽ തോന്നിയ പോലെ നടക്കുമെന്നാണോ? അങ്ങനെയൊന്നുമല്ല. ജ്ഞാനത്താൽ പൂർണ്ണനായിട്ടുള്ള ഒരുവന് ഈ നിയമാദികൾ എന്തു ഗുണമാണ് ചെയ്യാനുള്ളത്? ഈ നിയമാദികൾ നമ്മളെപ്പോലെയുള്ള അജ്ഞന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നതുപോലെ ചെയ്യൂ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇത്ര തവണ ജപിക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇതൊക്കെ നമ്മളെപ്പോലുള്ളവർക്കാണ് ആവശ്യം. പക്ഷേ ജ്ഞാനത്താൽ പൂർണ്ണനായിട്ടുള്ളവന് ഈ നിയമാദികൾ കൊണ്ട് എന്തു ഗുണമാണുള്ളത്, അല്ലേ? അദ്ദേഹം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ, ഒരു വേണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുമായിരിക്കും. ഒരു PG തലത്തിലൊക്കെ ഒന്ന് പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ LKG ബുക്കുകളൊക്കെ വേണമെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുമായിരിക്കും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളതല്ലാതെ അതെന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നമ്മളെപ്പോലുള്ളവർക്കാണേ ഉണ്ടാകും കേട്ടോ, അതിൽ നിന്നും പഠിക്കാനുണ്ടാകും. ഓക്കെ. നദേശകാലാസനദികിയമാദി ലക്ഷാദ്യപേക്ഷാ പ്രതിബദ്ധവൃത്തേः സംസിദ്ധതത്വസ്യ മഹാത്മനോസ്തി സ്വവേദനേകാ നിയമാദ്യവസ്ഥാ ഘടോയമിതി വിജ്ഞാതും നിയമഃ കോന്വപേക്ഷതേ വിനാ പ്രമാണസുഷ്ഠുത്വം യസ്മിൻ സതി പദാർത്ഥദീഃ ഘടോയമിതി വിജ്ഞാതും നിയമഃ കോന്വപേക്ഷതേ വിനാ പ്രമാണസുഷ്ഠുത്വം യസ്മിൻ സതി പദാർത്ഥദീഃ തസ്മിൻ പ്രമാണസുഷ്ഠുത്വം വിനാ അയം ഘടഃ ഇതി വിജ്ഞാതും കഃ നിയമഃ അനപേക്ഷതേ. അതായത് ഇതൊരു ഘടമാണ് എന്നറിയുന്നതിന് എന്ത് നിയമമാണ് ആവശ്യം? ഇതിപ്പോൾ ഒരു റിമോട്ടാണ്, അല്ലേ? AC റിമോട്ട് കൺട്രോളറാണ്. ഇതാണെന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വസ്തുവിനെ കാണാൻ, വേറെ പലതും അറിയണമെങ്കിൽ പല കാര്യങ്ങളൊക്കെ ആവശ്യമാണ് കേട്ടോ. പോട്ടെ, ഘടം, അല്ലേ? അതാണെന്ന് അറിയാനായിട്ട് എന്ത് നിയമമാണ്? വളരെ ആവശ്യമാണ്, കണ്ണ് ആവശ്യമാണ്, അല്ലേ? ഘടം കാണണമെന്നുണ്ടോ? കണ്ണ് വേണം. കണ്ണുണ്ടോ? അതായത് യഥാർത്ഥ പ്രമാണം, ഇതിനെ ഒന്ന് കാണുക എന്നുള്ളതിനുള്ള യഥാർത്ഥ പ്രോപ്പർ മീൻസ് ഓഫ് നോളജ് എന്നുള്ളത് നമ്മളുടെ കണ്ണ് തന്നെയാണ്. ഈ കണ്ണും കൊണ്ട് അതിനെ കണ്ടു കഴിഞ്ഞില്ലേ? അപ്പോൾ ആത്മാവിനെ അറിയുന്നതിലാണ് എങ്കിലോ മനസ്സിൻ്റെ ചിത്തത്തിൻ്റെ ശുദ്ധി ആവശ്യമാണ്. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ ക്ലാരിറ്റി, ആ ജ്ഞാനം, അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. ജ്ഞാനം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ടിട്ട് ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഈ ദേശകാലാദികളൊക്കെ ഒരു സാധകനിൽ ഒരു അച്ചടക്കം സൃഷ്ടിച്ചു തരും. അതെല്ലാം സാധനാതലത്തിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരേ തത്വമാണ് എല്ലായിടത്തും. നാമദേവൻ്റെ മഹാരാഷ്ട്രയിലെ ഒരു ഭക്തനുണ്ടായിരുന്നു, നാമദേവൻ. ആ നാമദേവൻ ഒരിക്കൽ ഗുരുവിൻ്റെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത് ഗുരുവിൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ഗുരു അത്യന്തം വയസ്സായിട്ടുള്ള ഒരാളാണ്. ശിവലിംഗത്തിൽ കാലുമൊക്കെ കയറ്റി വെച്ചാണ് അദ്ദേഹത്തിൻ്റെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ടപ്പോഴേ ദേഷ്യം വന്നു. ചോദിച്ചു, എന്താണിത്, ഇങ്ങനെയാണോ കിടന്നുറങ്ങുക? കാലൊക്കെ ശിവലിംഗത്തിലാണോ കയറ്റി വെച്ച് കിടന്നുറങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ
എൻ്റെ പാദം എവിടെയാണോ മഹാദേവൻ്റെ ശിവലിംഗമില്ലാത്തത് അവിടേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എവിടെയാണ് വലിയ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാദം എടുത്ത് വെച്ചപ്പോൾ അവിടെയും ഒരു പ്രതീകാത്മകമാണ്. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എവിടെയും എല്ലാം അദ്ദേഹത്തിന് ഒരേപോലെയാണ്. ആത്മജ്ഞാനി ആത്മാ തന്നെയാണ്. ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുള്ളവൻ അദ്ദേഹം ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷേ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലതില്ല. ഇവിടെയെല്ലാം അദ്ദേഹം കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ തത്വത്തെ തന്നെയാണ് കാണുന്നതെല്ലാം. അയമാത്മാ നിത്യസിദ്ധഃ പ്രമാണേ സതി ഭാസത്തെ ന ദേശം നാപി വാ കാലം ന ശുദ്ധിം വാപ്യപേക്ഷതേ. അയമാത്മാ നിത്യസിദ്ധഃ പ്രമാണേ സതി ഭാസത്തെ ന ദേശം നാപി വാ കാലം ന ശുദ്ധിം വാപ്യപേക്ഷതേ. അയം ആത്മാ നിത്യസിദ്ധഃ. ഈ ആത്മതത്വം നിത്യസിദ്ധഃ, എപ്പോഴും നിത്യസിദ്ധഃ, അത് എപ്പോഴും ഉള്ളതാണത്. അത് ഞാൻ എന്തുകൊണ്ട് അറിയുന്നില്ല? അതിനെ അറിയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ പ്രമാണം ആവശ്യമാണ്, നേരായിട്ടുള്ള പ്രമാണം ആവശ്യമാണ്. നമ്മളിതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ കണ്ടു, കുടത്തെ കാണണമെങ്കിൽ, ഒരു കുടത്തെ കാണണമെങ്കിൽ അതിൻ്റെ കണ്ണാണ്, അതിൻ്റെ കണ്ണിന് വല്ല കുഴപ്പമൊക്കെ ഉണ്ടായെങ്കിൽ അത് നേരെ വണ്ണം കാണാനായിട്ട് സാധിക്കില്ല. പിന്നെയോ മനസ്സവിടെ വെച്ചിട്ട് വേണം കേട്ടോ, മനസ്സും കൂടി വേണം. മനസ്സ് വേറെ വല്ലയിടത്തും വെച്ചിട്ട് മുമ്പിലൊരു മൺകുട ഇരുന്നാലും അത് കണ്ടു എന്നിരിക്കില്ല, അല്ലേ? മനസ്സ് വേറെ വല്ലത്തിലും മനസ്സൊരു മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരാളുടെ മുമ്പിൽ കൊണ്ടുപോയി, ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ട് വന്നു, ഒരാളുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു ബക്കറ്റ് കൊണ്ട് വെക്കുകയാണ്, അതറിയുന്ന പോലും ഇല്ല. കാരണം എന്താ? കണ്ണുണ്ടവർക്ക്, എല്ലാം ഉണ്ട്, പക്ഷേങ്കിലോ ആ മനസ്സെവിടെയാണോ അവിടെയാണ് കണ്ണു നിൽക്കുക, അല്ലേ? അപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവനും ആ മൊബൈലിൽ എന്തോ വാച്ച് ചെയ്യുന്നതിലാണ്. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഒരു ബക്കറ്റ് നിറയെ തുണി കൊണ്ട് വെച്ചിട്ടും ഒന്ന് അറിഞ്ഞു പോലും ഇല്ല. കാരണം എന്താ? അറിയണമെന്ന് അവർക്ക് അത് സാന്ദർഭികവശാൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവച്ച ആ മൺകുടം അത് കാണണമെന്നുണ്ട് എങ്കിൽ കണ്ണ് വേണം, അതോടൊപ്പം തന്നെ ആ മനസ്സും കൂടി അവിടെ നിൽക്കണം. അപ്പോൾ പ്രമാദ അറിയുന്നവൻ വേണം, പിന്നെയോ പ്രമാണം, അതറിയാനുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള പ്രമാണം, ശാസ്ത്രം അത് വേണം. പിന്നെയോ പ്രമേയം, ആ അറിയപ്പെടേണ്ട വസ്തു അതെന്താണ് എന്നുള്ള ആ കാര്യവും വേണം. അപ്പോൾ ഇവ എല്ലാം ഒരേ ലൈനിലാകണം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആത്മാ ഞാൻ എന്നുള്ളത് എപ്പോഴും എവർ അവൈലബിളാണ്, നിത്യസിദ്ധ. അത് മനസ്സിലാക്കാനായിട്ട് മനസ്സ് വേണം, അന്ധകരണവുമുണ്ട്. എന്നിട്ടും അത് അറിയുന്നില്ല എങ്കിൽ പ്രമാണഭാവമാണ്. നല്ലതുപോലെ അത് നമ്മൾക്ക് മനസ്സിലാക്കി തരാനായിക്കൊണ്ടിട്ടുള്ള ആ ഒരു പ്രമാണത്തിൻ്റെ അഭാവമാണ്. അപ്പോൾ വേദാന്ത പ്രമാണം ഇല്ല എങ്കിൽ ഇത് സംഭവിക്കില്ല. വേദാന്ത പ്രമാണം ഗുരു പറഞ്ഞു തരുമ്പോൾ അതിന് ചിലപ്പോൾ അവിടെ ഒരു പ്രത്യേക ദേശമോ അതല്ല എങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ആനുകൂല്യമായിട്ട് തീരാം. എങ്കിലും യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു ദേശത്തിൻ്റെ ആശ്രയമോ മുഹൂർത്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്യൂരിറ്റിയോ ബാഹ്യശുദ്ധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. നമ്മൾക്ക് കാണാം ഭഗവത്ഗീത ഉപദേശിച്ചത് യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ഈ ഘടം ഇത് ഘടമാണ് അല്ലെങ്കിൽ ഇതൊരു പൂവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ് ആവശ്യം? കണ്ണ് വേണം, മനസ്സ് വേണം, പിന്നെയോ കാണണം, അല്ലേ? അതേപോലെ തന്നെയാണ് ഈ ജ്ഞാനത്തിൻ്റെ വ്യക്തത, അതാവശ്യമാണ്. സംശയരഹിതമായിട്ടുള്ള ഈ ജ്ഞാനം, മനസ്സിൻ്റെ ശുദ്ധി, ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ പ്രമാണത്തിലൂടെ വളരെ സമാഹിതമായിട്ടുള്ള, വളരെ ഏകാഗ്രമായിട്ടുള്ള അന്ധകരണത്തിലൂടെ ജ്ഞാനം സാധ്യമാണ്. അതിന് ബാഹ്യമായിട്ടുള്ള വ്യവസ്ഥകൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ബാഹ്യമായിട്ടുള്ള വ്യവസ്ഥകൾ, അതിൻ്റെ സഹായം, അതിനൊന്നും വലിയ ഒരു പ്രസക്തിയില്ല. ഇതിന് വേണ്ടുന്നത് പ്രമാണം വേണം, അന്ധകരണം വേണം, അത് ശുദ്ധമായിരിക്കണം. ഇതിനെ ശുദ്ധമാക്കാനായിക്കൊണ്ടിട്ട് പല കാര്യങ്ങളിലൂടെ പൊയ്ക്കോളൂ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞുവല്ലോ, ഇതൊരു ഗ്ലാസ്സാണ് എന്നറിയണമെങ്കിൽ ഇതിലേക്ക് നോക്കണം. എന്നിട്ടോ ഇതിലേക്ക് നോക്കുക മാത്രമല്ല, കണ്ണു മാത്രം പോരാ, മനസ്സ് വെച്ച് നോക്കണം.
ഇതാണ് ആവശ്യം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആ ഒരു വ്യക്തതയ്ക്ക് ആ ഒരു പ്രമാണം അത് ആവശ്യമാണ്. പിന്നെയോ മനസ്സിൻ്റെ ചിത്തശുദ്ധി, മനസ്സിൻ്റെ ചിത്തശുദ്ധി എന്ന് പറയാൻ പറ്റില്ല, മനഃശുദ്ധി, ചിത്തശുദ്ധി, ഇത് അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ബാഹ്യമായ വ്യവസ്ഥകൾക്കൊന്നുമല്ല വലിയ പ്രസക്തി ഇരിക്കുന്നത്. അയമാത്മാ നിത്യസിദ്ധി പ്രമാണേ സതി ഭാസതേ ന ദേശം നാപി വാ കാലം ന ശുദ്ധിം വാപ്യപേക്ഷതേ. അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.